ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ 9-ാം അധ്യായം. ഈ അധ്യായത്തിൽ യുധിഷ്ഠിരന് ഭീഷ്മർ ചെയ്യുന്ന ധർമ്മോപദേശം, ഭീഷ്മരുടെ ശ്രീകൃഷ്ണസ്തുതി, മുക്തി എന്ന സംഗതികൾ വിവരിക്കപ്പെട്ടിരിക്കുന്നു. ശ്രീകൃഷ്ണൻ ധർമ്മപുത്രരുടെ മനസ്സിൽ എന്താവശ്യത്തിനു വേണ്ടി അവിവേകത്തെ ജനിപ്പിച്ചുവോ ആ കാര്യം അനുഭവത്തിൽ വന്നു എന്ന് കാണിക്കുന്നു. പ്രജകൾക്ക് ദ്രോഹത്തെ വർദ്ധിപ്പിക്കുകയാണ് യുദ്ധം നിമിത്തം ഞാൻ ചെയ്തത് എന്ന ഭീതി യുധിഷ്ഠിരൻ്റെ ഹൃദയത്തിൽ വർദ്ധിച്ചു തുടങ്ങി. ഇതിൻ്റെ സൂക്ഷ്മസ്ഥിതി നന്നായി അറിയാൻ ഭീഷ്മരിൽ നിന്ന് സർവധർമ്മങ്ങളുടെയും മർമ്മം അറിയണമെന്ന ആഗ്രഹമുണ്ടായി. സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മർ മരണത്തിനുചിതമായ ഉത്തരായണ കാലത്തെയും കാത്തുകൊണ്ട് കിടക്കുന്ന കുരുക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്തു. യുധിഷ്ഠിരൻ കുരുക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ സഹോദരന്മാരെല്ലാവരും സ്വർണഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിച്ചും ഉത്തമാശ്വങ്ങളെ പൂട്ടിയുമിരിക്കുന്ന തേരുകളോടുകൂടെ പുറപ്പെട്ടു. വ്യാസൻ, ദൗമ്യൻ എന്നീ മഹർഷിമാരും കൂടെ പുറപ്പെട്ടു. ഹേ ബ്രാഹ്മണശ്രേഷ്ഠനായ ശൗനകമുനെ, ഭഗവാനായ ശ്രീകൃഷ്ണനും അർജുന സഹിതനായിട്ട് തേരിൽ നിന്ന് പുറപ്പെട്ടു. ഇവരോടുകൂടി യുധിഷ്ഠിരൻ ഗുഹ്യകന്മാരോടുകൂടിയ കുബേരൻ എന്ന പോലെ പ്രകാശിച്ചു. ഒരുമിച്ച് വന്നവരോടും ശ്രീകൃഷ്ണനോടും കൂടിയ പാണ്ഡവന്മാർ സ്വർഗത്തിൽ നിന്ന് വീണിരിക്കുന്ന ദേവനെന്ന പോലെ ഭൂമിയിൽ വീണുകിടക്കുന്ന ഭീഷ്മരെ കണ്ട ഉടനെ നമസ്കാരം ചെയ്തു. ഹേ സത്തമ, ആ സമയത്തിവിടെ ഭാരതകുലത്തിൽ ജനിച്ചവരിൽ വെച്ചു ശ്രേഷ്ഠനായ ഭീഷ്മരുടെ നിര്യാണ മഹോത്സവത്തെ കാണുവാനായിക്കൊണ്ട് ബ്രഹ്മർഷികൾ, ദേവർഷികൾ, രാജർഷികൾ എന്നിങ്ങനെയുള്ള മഹാന്മാർ വന്നുചേർന്നു. പർവ്വതൻ, നാരദർ, ദൗമ്യൻ, ഭഗവാനായ ബാദരായണൻ, ബൃഹദശ്വൻ, ഭരദ്വാജൻ, ശിഷ്യന്മാരോടുകൂടിയ പരശുരാമൻ, വസിഷ്ഠൻ, ഇന്ദ്രപ്രമദൻ, ധൃതൻ, ഗൃത്സമദൻ, അസിതൻ, കക്ഷീവാൻ, ഗൗതമൻ, അത്രി, കൗശികൻ, സുദർശനൻ, ശുഗൻ മുതലായവരും പരിശുദ്ധന്മാരായുള്ള മറ്റുള്ള മുനികരും കശ്യപൻ, ബൃഹസ്പതി മുതലായവരും ശിഷ്യന്മാരോടുകൂടെ വന്നു. മഹിമാശാലികളായ ആ വന്നിരിക്കുന്ന മഹാന്മാരെ അരികത്തു കണ്ട ഉടനെ സർവധർമ്മങ്ങളുടെയും ദേശകാലഭേദങ്ങളെയും നന്നായി അറിയുന്ന ഭീഷ്മർ എഴുന്നേൽക്കാൻ കഴിയാത്തതായ ആ അവസ്ഥയ്ക്ക് ഉചിതമായ വിധം വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും അവരെ വന്ദിച്ചു. ശ്രീകൃഷ്ണൻ്റെ വൈഭവത്തെ നന്നായി അറിയുന്ന ഭീഷ്മർ തൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നവനാണെങ്കിലും കാരുണ്യനിമിത്തം ശരീരത്തെ തൻ്റെ ബാഹ്യദൃഷ്ടിക്ക് വിഷയമാക്കി അരികെയിരിക്കുന്ന ജഗദീശ്വരനായ ശ്രീകൃഷ്ണനെയും യഥോചിതം പൂജിച്ചു. വണക്കം, പ്രേമം എന്നിവ നിറഞ്ഞ് സമീപത്തിരിക്കുന്ന പാണ്ഡവന്മാരെക്കുറിച്ചുള്ള അനുരാഗം നിമിത്തം ബാഷ്പം നിറഞ്ഞതായ കണ്ണുകൊണ്ട് കടാക്ഷിച്ചു പറഞ്ഞു: അഹോ കഷ്ടമഹോ ന്യായം യദ്യൂയം ധർമ്മനന്ദനാഃ ജീവിതും നാർഹത ക്ലിഷ്ടം വിപ്രധർമാച്യുതാശ്രയാഃ. അല്ലയോ ധർമ്മനന്ദനന്മാരായ ബ്രാഹ്മണൻ, ധർമ്മം, ശ്രീകൃഷ്ണൻ ഇവരെ ആശ്രയിച്ചിരിക്കുന്ന നിങ്ങൾ ക്ലേശിച്ചു ജീവിക്കേണ്ടവരല്ല. ആ അവസ്ഥ നിങ്ങൾക്ക് നേരിട്ടത് അതികഷ്ടം, ഏറ്റവും അന്യായം. ബ്രാഹ്മണർ, ധർമ്മം, അച്യുതൻ ഇവരിൽ ഓരോന്നിനെ ആശ്രയിച്ചാൽ തന്നെ ക്ലേശനിവൃത്തിയുണ്ടാകും. മൂവരെയും ആശ്രയിച്ചിട്ടും ക്ലേശം നിങ്ങൾക്കുണ്ടായത് അതികഷ്ടം. കഷ്ടാനുഭവത്തിന് മൂലകാരണമായ സ്വഭാവദോഷം നിങ്ങളെ ബാധിച്ചിട്ടില്ല. സംസ്ഥിതേതിരതേ പാണ്ഡൗ പൃഥാ ബാല പ്രജാവധൂഃ യുഷ്മത്കൃതേ ബഹൂൻ ക്ലേശാൻ പ്രാപ്താത്തോകവധീമുഹു. യുദ്ധത്തിൽ മഹാവീരനും അതിരഥൻ എന്ന പ്രസിദ്ധനുമായ പാണ്ഡുമഹാരാജാവിൻ്റെ മരണത്തിനു ശേഷം ബാലന്മാരായ സന്താനങ്ങളോടുകൂടിയ അബലയായ കുന്തിദേവി നിങ്ങളുടെ സംരക്ഷയ്ക്ക് വേണ്ടി അടിക്കടി അനേകം കഷ്ടങ്ങളെ അനുഭവിച്ചിട്ടുണ്ട്. പാണ്ഡുവിൻ്റെ മരണം കൊണ്ടുതന്നെ കുന്തിക്ക് കഷ്ടം നേരിട്ടു. ഭർത്താവിനോടുകൂടെ ചിതാരോഹണം ചെയ്യാത്തത് ബാലന്മാരായ നിങ്ങളെ രക്ഷിപ്പാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് സൂചിപ്പിക്കുന്നു. പാത്രദോഷവും നിങ്ങൾക്കുണ്ടായിട്ടില്ല. സർവം കാലകൃതം മന്യേ ഭവതാം ജയത പ്രിയം സപാലോ യദ്വശേ ലോകോ വായോരിവഗനാവലീഹി. കാരണമില്ലാതെ കാര്യമുണ്ടാകയില്ലല്ലോ. ക്ലേശമാകുന്ന കാര്യം കാണപ്പെടുന്നതിനാൽ
കാരണം എന്താണെന്ന് കാണിക്കുന്നു. നിങ്ങൾക്കുണ്ടായ ഇത്രയും അപ്രിയം കാലസ്വരൂപനായ ഈശ്വരൻ നൽകിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ദ്രാദി ലോകപാലകന്മാരോടുകൂടിയ 14 ലോകവും മേഘസമൂഹം വായുവിൻ്റെ അധീനത്തിലെന്ന പോലെ ആ കാലസ്വരൂപൻ്റെ അധീനത്തിലിരിക്കുന്നതാണല്ലോ. നിങ്ങളെയും ക്ലേശമനുഭവിപ്പിക്കുന്ന ഈശ്വരൻ്റെ അഭിപ്രായം എന്താണെന്ന് ജ്ഞാനികൾക്കും അറിവാൻ കഴിയുകയില്ല. എത്ര ധർമ്മസുതോ രാജ ഗദാപാണിർവൃഗോദരഃ കൃഷ്ണോ സ്ത്രീഗാണ്ഡിവം ചാപം സുഹൃത് കൃഷ്ണസ്തതോ വിപത്. ആശ്ചര്യം, യോജിപ്പാൻ കഴിയാത്തതിനെ യോജിപ്പിക്കുന്നവൻ തന്നെ കാലൻ, ഈശ്വരൻ എന്ന് കാണിക്കുന്നു. രാജാവായിരിക്കുന്നത് സാക്ഷാൽ ധർമ്മരാജാവിൻ്റെ അംഗത്തിൽ നിന്നുണ്ടായ ധർമ്മപുത്രർ. ഗദയെടുത്ത് യുദ്ധം ചെയ്യാൻ ഭീമസേനൻ, അസ്ത്രം പ്രയോഗിക്കുന്നവൻ അർജുനൻ, ചാപമോ ഗാണ്ഡീവം, സഹായമോ ശ്രീകൃഷ്ണൻ. ഇങ്ങനെയൊക്കെയായിരുന്നിട്ടും ആ സംഘത്തിന് ആപത്ത് നേരിടുന്നു എന്നത് കാലകൃതം എന്നല്ലാതെ മറ്റെന്തു പറയാം. മതിയായ ദുഃഖകാരണം ബാഹ്യദൃഷ്ടിയിൽ കാണുവാൻ കഴിയാതെ വരുമ്പോൾ സർവജ്ഞനായ ഈശ്വരന് മാത്രമേ കാരണമറിയുവാൻ കഴിയുകയുള്ളൂ. നഹ്യസ്യ കർഹിചിദ്രാജൻ പുമാൻ വേദവിധിസിതം യദ്വിജിജ്ഞാസയാ യുക്ത മുഹ്യന്തി കവയോഭിഃ. സഹായിപ്പാൻ ശ്രീകൃഷ്ണനിരിക്കെ കാലം കൃഷ്ണനെയും അതിക്രമിക്കുന്നതെങ്ങനെയെന്നുള്ള സംശയത്തിന് സമാധാനം കൃഷ്ണനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു. ഈശ്വരനായ ഇവൻ ചെയ്യുവാൻ വിചാരിക്കുന്നത് എന്താണെന്ന് ആർക്കും ഒരിക്കലും അറിഞ്ഞുകൂടാ. അതിനെ അറിയാൻ ആഗ്രഹിക്കുന്ന ബ്രഹ്മവാദികൾ കൂടെ മോഹിക്കുന്നു. അവരുടെ ബുദ്ധിക്കും അത് വിഷയമായി ഭവിക്കുന്നില്ല. ഈശ്വരൻ എന്നാരെക്കുറിച്ച് പറയുന്നുവോ ആ ഈശ്വരൻ തന്നെയാണ് ഈ വന്നിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന ശ്രീകൃഷ്ണ മഹിമയെ ആദ്യമായി ഉപദേശിച്ചു. തസ്മാദിദം ദൈവതന്ത്രം വ്യവസ്യ ഭരതർഷഭ തസ്യാനുവിഹിതോ നാദ നാദപാഹി പ്രജാപ്രഭോ. ഈശ്വരസങ്കല്പം ആർക്കും അറിവാൻ കഴിയാത്തതാകയാൽ ഒരുവന് ഇഹത്തിലുണ്ടാകുന്ന സുഖവും ദുഃഖവും ദൈവാധീനമാണെന്ന് ഉറച്ച് സർവേശ്വരൻ്റെ ഇച്ഛയെ അനുവർത്തിക്കുന്നവനായിട്ട്, അല്ലയോ ഭരതശ്രേഷ്ഠ, അപ്പപ്പോൾ സംഭവിക്കുന്ന സുഖദുഃഖാദികളെ സഹിക്കുന്നവനായിട്ട്, ഹേ രാജാവേ, ഹേ പ്രഭോ, അഗതികളായ പ്രജകളെ പരിപാലിക്കുക. സൽക്കുലത്തിൽ ജനിച്ചവൻ ഈശ്വരാജ്ഞയെ തെറ്റാതെ അനുസരിക്കുമെന്ന് കാണിപ്പാൻ ഭരതർഷഭ എന്ന പ്രജാപരിപാലനം കുലധർമ്മമാണെന്ന് കാണിപ്പാൻ നാഥ എന്നും ഈശ്വരാനുഗ്രഹത്താൽ പ്രജാപരിപാലന സാമർഥ്യം അങ്ങയ്ക്കുണ്ടെന്ന് കാണിപ്പാൻ പ്രഭോ എന്നും സംബോധന ഉപയോഗിച്ചിരിക്കുന്നു. ഏഷ വൈ ഭഗവാൻ സാക്ഷാത് ആദ്യോ നാരായണ പുമാൻ മോഹയൻ മായയാ ലോകം ഗൂഢശ്ചരതി വൃഷ്ണിഷു. പരമേശ്വരൻ ഈ കാണുന്ന ശ്രീകൃഷ്ണൻ തന്നെ. അവനെ തന്നെ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുപദേശിക്കുന്നു. പ്രത്യക്ഷമായി കാണപ്പെടുവാൻ യോഗ്യനായ ഭഗവാൻ തന്നെ ഈ കൃഷ്ണൻ. കാരണജലത്തിൽ ശയിക്കുന്നവനും ലോകത്തിൻ്റെ ഉൽപ്പത്തിക്ക് മുമ്പുള്ളവനുമായ ഈ പരമപുരുഷൻ സ്വശക്തിയായ മായ കൊണ്ട് ലോകത്തെ മോഹിപ്പിച്ച് സ്വന്തമായ ഈശ്വരതത്വത്തെ മറച്ചുകൊണ്ട് വൃഷ്ണികളുടെ ഇടയിൽ സഞ്ചരിക്കുന്നു. വൃഷ്ണികളിൽ ഒരുവനാണ് ഞാനും എന്ന നാട്യത്തോടെ നടക്കുന്നു എന്ന് സാരം. ജലത്തെ നാരങ്ങളെന്ന് പറയുന്നു. കാരണജലത്തിൽ നിന്നാണ് നരന്മാരുണ്ടാകുന്നത്. ആ ജലത്തിൽ യാതൊരുവൻ ശയിക്കുന്നുവോ അവനെ നാരായണൻ എന്ന് പറയുന്നു. അസ്യാനുഭാവം ഭഗവാൻ വേദഗുഹ്യതമം ശിവഃ ദേവർഷിർനാരദ സാക്ഷാത് ഭഗവാൻ കപിലോക് നൃപഃ. ഹേ രാജാവേ, ഈ കൃഷ്ണൻ്റെ ഏറ്റവും ഗോപ്യമായിരിക്കുന്ന മാഹാത്മ്യത്തെ ജ്ഞാനസ്വരൂപനായ പരമശിവനും ദേവർഷിയായ ശ്രീനാരദനും സാക്ഷാൽ ഭഗവാന്റെ അവതാരമായ കപിലാചാര്യരും അറിയുന്നു. സാമാന്യ ജനങ്ങൾക്ക് ശ്രീകൃഷ്ണ മഹിമയെ അറിയുവാൻ സാധ്യമല്ലെന്നു സാരം. അനുഭവരൂപേണ അറിഞ്ഞ നാരദാദികളുടെ വാക്കിൽ വിശ്വസിക്കേണ്ടത് ആവശ്യം എന്നു സാരം. യം മന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം അകരോ സജീവം ദൂതം സൗഹൃദാദസാരഥീം. യാതൊരു ഭഗവാന്റെ യഥാർത്ഥ മഹിമ അറിയാത്തതുകൊണ്ട് നീ അമ്മാവനായ വസുദേവൻ്റെ പുത്രനെന്നും നിന്റെ പ്രീതിക്ക് പാത്രമാണെന്നും നിന്റെ ഇഷ്ടത്തെ ചെയ്യുന്നവനെന്നും
പ്രത്യുപകാരകാംക്ഷ കൂടാതെ നിനക്ക് പരമോപകാരം ചെയ്യുന്നവനെന്നും വിചാരിക്കുന്നു. ആ സ്നേഹാധിക്യത്താൽ ചിലപ്പോൾ നിന്റെ മന്ത്രിസ്ഥാനത്തിലും ചിലപ്പോൾ ദൂതൻ്റെ നിലയിലും ചിലപ്പോൾ തേർ നടത്തുന്നവൻ്റെ നിലയിലും നീ ഏർപ്പെടുത്തുന്നു. സർവാത്മന സമദൃശോ ഹൃദ്വയസ്യാനഹം കൃതേഹേ തത്കൃതം അതിവൈഷമ്യം നിരവധ്യസന ക്വചിത്. സർവേശ്വരനാണെങ്കിൽ സാരഥ്യാദി നീചവൃത്തികളിൽ എങ്ങനെ ഏർപ്പെട്ടു എന്നുള്ള ആക്ഷേപത്തെ സമാധാനിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ പരമതത്വത്തെ ധർമ്മപുത്രർക്ക് ഉപദേശിക്കുന്നു. ഉച്ചനീച കർമ്മങ്ങൾ നിമിത്തം സാധാരണന്മാർക്കുണ്ടാകുന്ന യോഗ്യതാഭേദം കൃഷ്ണനില്ല. അവൻ എല്ലാറ്റിലും ആത്മസ്വരൂപനും എല്ലാറ്റിനെയും ഒരുപോലെ കാണുന്നവനും തന്നിൽ നിന്ന് അന്യമായ വസ്തുവിനോട് കൂടാത്തവനും ശരീരാദികളിൽ ഞാനെന്ന ഭാവമില്ലാത്തവനും രാഗദ്വേഷാദി വൃത്തികൾ നിമിത്തമുള്ള പാപപുണ്യാദി ദോഷങ്ങൾക്ക് വിഷയമല്ലാത്തവനുമാകുന്നു. അതുകൊണ്ട് ലോകരക്ഷാഹേതുകമായ ഉച്ചനീച വ്യാപാരങ്ങളെയും സാമാന്യനെ പോലെ ചെയ്യുന്നു എന്ന് സാരം. തഥാപ്യേകാന്തഭക്തേഷു പശ്യഭൂപാനുകമ്പിതം യന്മേ സ്ത്യജത സാക്ഷാത് കൃഷ്ണോ ദർശനമാഗത. ഹേ രാജാവേ, ഏകാന്ത ഭക്തന്മാരിൽ ഭഗവാനായ ഈ കൃഷ്ണനുള്ള കാരുണ്യവിശേഷത്തെ നോക്കുക. എന്തെന്നാൽ പ്രാണങ്ങളെ ഉപേക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന എൻ്റെ ദൃഷ്ടികൾ കൊണ്ട് കാണുവാൻ തക്കവിധം സമീപത്തിൽ കൃഷ്ണൻ വന്നിരിക്കുന്നുവല്ലോ. ഇത് എന്നിലുള്ള കരുണയുടെ വിശേഷമല്ലേ? ഭഗവാൻ നിങ്ങളെയെല്ലാം കൂട്ടിക്കൊണ്ടിവിടെ എഴുന്നള്ളിയത് ശരീരത്തെ വെടിയുവാൻ ഒരുങ്ങിയിരിക്കുന്ന എന്നെ അനുഗ്രഹിപ്പാനാണെന്ന് ധരിച്ചുകൊള്ളുക. ഏകാന്ത ഭക്തന്മാരിൽ മാത്രമേ അപ്രകാരമുള്ള അനുഗ്രഹബുദ്ധി ഭഗവാൻ ഉണ്ടാകുകയുള്ളൂ. നിങ്ങളും ഭഗവാനിൽ ഏകാന്ത ഭക്തന്മാരായിരിക്കുവിൻ. ഭഗവാന്റെ ഭക്തവാത്സല്യത്തിന് ഇതിലധികം ദൃഷ്ടാന്തം മറ്റൊന്നുമില്ലെന്നും കണ്ടുകൊള്ളുവിൻ. എന്തുകൊണ്ടെന്നാൽ ഞാനാകട്ടെ മഹാപരാധിയല്ലയോ? ഭഗവാനെ തന്നെ ഞാൻ നിന്ദിക്കുകയും അസ്ത്രം കൊണ്ട് മുറിപ്പെടുത്തുകയും ഭക്തന്മാരായ നിങ്ങളെ തന്നെ ദ്രോഹിക്കുകയും ദുർജനപക്ഷത്തിൽ ചേരുകയും ചെയ്തവനല്ലേ? എന്നാലും ചിലപ്പോൾ ഭഗവൻ നാമോച്ചരണാദി ഭക്താഭ്യാസത്തെ ചെയ്തിട്ടുള്ളതിനെ കരുണയോടുകൂടെ ഓർത്ത് എൻ്റെ സർവാപരാധങ്ങളെയും പൊറുത്ത് അന്ത്യകാലത്തിൽ അനുഗ്രഹിപ്പാൻ എൻ്റെ സമീപത്ത് വന്നിരിക്കുന്നതിനെ ഓർത്തുകൊള്ളുവിൻ. ഭക്താവേശ്യമനോയസ്മിൻ വാചായന്നാമ കീർത്തയൻ തെജൻ കളേവരം യോഗി മുച്യതേ കാമകർമ്മഭീഹി. സ്വദേഹം ഉപേക്ഷിക്കുന്നതുവരെ ശ്രീകൃഷ്ണൻ അവിടെ ഇരുന്നരുളണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരു ഭഗവാനിൽ പരമപ്രേമത്തോടുകൂടി മനസ്സിനെ ഉറപ്പിച്ചും വാക്കുകൊണ്ട് ഭഗവൻ നാമത്തെ ഉച്ചരിച്ചും കൊണ്ട് ശരീരത്തെ ഉപേക്ഷിക്കുന്ന യോഗി ജനന മരണങ്ങൾക്ക് ഹേതുവായ കാമകർമ്മങ്ങളിൽ നിന്നും വേറിട്ടവനായി ഭവിക്കുന്നു. കൃഷ്ണ സന്ദർശന മാത്രത്താൽ മുക്തി എങ്ങനെ സിദ്ധിക്കുമെന്ന് സംശയമുണ്ടാകണ്ട. പ്രാണാപായ സമയത്തിൽ ഭഗവത് സ്മരണം തന്നെ മുക്തിയെ നൽകുന്നതിന് സാമർഥ്യമായിരിക്കെ ശ്രീകൃഷ്ണനെ കണ്ടുകൊണ്ടു തന്നെ ദേഹത്യാഗം സാധിച്ചാൽ പിന്നെ പറയണമോ? സദേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളേവരം യാവദിദം ഹിനോമ്യഹം പ്രസന്നഹാസാരുണലോചനോല്ലസന്മുഖാംബുജോ ധ്യാനപദശ്ചതുർഭുജഃ. ദേവദേവനും മഹിമയുള്ളവനും പ്രസന്നമായ ഹാസം, ചുവന്ന കണ്ണുകൾ എന്നിവ കൊണ്ട് പ്രകാശിക്കുന്ന മുഖാരവിന്ദത്തോടു കൂടിയവനും ധ്യാനത്തിന് വിഷയമായിരിക്കുന്നവനും 4 കൈകളോട് കൂടിയവനുമായ ആ ശ്രീകൃഷ്ണൻ ഞാൻ ഈ ദേഹത്തെ ഉപേക്ഷിക്കുന്നതുവരെ ഇവിടെ ഇരുന്ന് എന്നെ കടാക്ഷിക്കണം. ദേഹത്തെ സ്വീകരിച്ചും ഉപേക്ഷിച്ചും ഇരിക്കുന്ന ആത്മാവ് ദേഹമല്ലെന്നും സ്വതന്ത്രനാണെന്നും സൂചിപ്പിക്കുന്നു. ധർമാദി 4 വിധ പുരുഷാർത്ഥങ്ങളെ യഥാരുചി ഭക്തന്മാർക്ക് നൽകുന്നവൻ താൻ എന്ന് ഭക്തവത്സലൻ പ്രത്യക്ഷത്തിൽ ഭീഷ്മർക്ക് അന്ത്യകാലത്തിൽ കാട്ടിക്കൊടുക്കുവാൻ വേണ്ടി ചതുർഭുജ സ്വരൂപത്തെ ഭീഷ്മർക്ക് മാത്രമായും ദ്വിഭുജ സ്വരൂപത്തെ മറ്റുള്ളവർക്കും ഏകകാലത്തിൽ പ്രകാശിപ്പിച്ചു. സൂത ഉവാച യുധിഷ്ഠിരസ്തദാകർണ്യ ശയാനാം ശരപഞ്ചരേ അപൃച്ഛത് വിവിധാൻ ധർമാൻ ഋഷീണാഞ്ചാനുസൃണ്വതാം. സൂതൻ പറഞ്ഞു, അതികരുണമായ ആ വാക്കുകേട്ടപ്പോൾ ധർമ്മപുത്രൻ ശരങ്ങളാകുന്ന കൂട്ടിൽ കിടക്കുന്ന ഭീഷ്മാചാര്യരോട് ഋഷികൾ കേട്ടുകൊണ്ടിരിക്കെ ബഹുവിധങ്ങളായ ധർമ്മങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്തു. ആ അന്ത്യസമയം ചോദ്യോത്തരങ്ങൾക്ക് ഉചിതമല്ലെന്നിരിക്കലും
ഭീഷ്മ ശരീരാഭാവത്തിൽ തൻ്റെ സന്ദേഹം തീർക്കുവാൻ ആരുമില്ലെന്ന ദുഃഖാധിക്യത്താൽ ധർമ്മപുത്രർ ചോദ്യം ചെയ്തു. ശരീരക്ലേശം മുഴുവനും ശ്രീകൃഷ്ണ സന്ദർശന മാത്രത്താൽ തന്നെ നശിച്ചിരിക്കയാൽ അത്യാനന്ദിയായ ഭീഷ്മർ ചോദ്യങ്ങൾക്കെല്ലാം മതിയായ മറുപടി പറയുകയും ചെയ്തു. ഭാരതത്തിൽ ശാന്തിപർവത്തിൽ അധിക ഭാഗവും ഈ വിഷയമാണ്. പുരുഷസ്വഭാവവിഹിതാൻ യഥാവർണം യഥാശ്രമം വൈരാഗ്യരാഗോപാദിഭ്യാം ആംനാഥോഭയലക്ഷണാൻ. മനുഷ്യർക്കും സർവ്വസാധാരണമായും ബ്രാഹ്മണാദി വർണ്ണങ്ങൾക്ക് വിശേഷമായും ബ്രഹ്മചര്യാദികളായ ആശ്രമങ്ങളിൽ ഇരിക്കുന്നവർ അനുസരിക്കേണ്ടതായും വിഷയവൈരാഗ്യമാകുന്ന ലക്ഷണത്തോടുകൂടിയ നിവൃത്തി, വിഷയാനുരാഗമാകുന്ന ലക്ഷണത്തോടുകൂടിയ പ്രവൃത്തി എന്നിവയെ സംബന്ധിക്കുന്നവയുമായ ധർമ്മങ്ങളെ വർണ്ണിച്ചു. ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗശഃ സ്ത്രീധർമാൻ ഭഗവദ്ധർമാൻ സമാസവ്യാസയോഗതഃ. ദാനധർമ്മങ്ങൾ, രാജധർമ്മങ്ങൾ, മോക്ഷധർമ്മങ്ങൾ, സ്ത്രീധർമ്മങ്ങൾ, ഭഗവാനെ സേവിക്കുന്നവരുടെ ധർമ്മങ്ങൾ എന്നിവയെ ഓരോന്നിനെ വെവ്വേറെ സംക്ഷേപിച്ചും വിസ്തരിച്ചും വർണ്ണിച്ചു. ധർമാർത്ഥകാമമോക്ഷാംശ്ച സഹോപായാന്യതാ മുനേ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസ തത്വവിദ്. തത്വത്തെ അറിഞ്ഞിരിക്കുന്ന ഭീഷ്മാചാര്യർ ധർമാർത്ഥ കാമമോക്ഷങ്ങളുടെ സൂക്ഷ്മ സ്വഭാവങ്ങളെയും അവയെ സമ്പാദിക്കുവാനുള്ള ഉപായങ്ങളെയും അനേകവിധ കഥകൾ, ഇതിഹാസങ്ങൾ ഇവകളെയും ഉദാഹരിച്ചു വർണ്ണിച്ചു. ധർമ്മം പ്രവദതസ്തസ്യ സകാലപ്രത്യുപസ്ഥിതഃ യോ യോഗിനശ്ചന്ദമൃത്യോർ വാഞ്ചിതസ്തൂത്തരായണഃ. ധർമ്മത്തെ വിശേഷമായി ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ഭീഷ്മർക്ക് ഇഷ്ടപ്രകാരം മരിക്കാൻ തക്കവിധം യോഗാഭ്യാസമുള്ളവരായ മഹാത്മാക്കൾ മരിപ്പാൻ ആഗ്രഹിക്കുന്ന കാലമായ ഉത്തരായണം വന്നു ചേർന്നു. ഭീഷ്മർ ഇഷ്ടമുള്ളപ്പോൾ മരിപ്പാൻ കഴിവുള്ള മഹാനാണ്. ഉത്തരായണ കാലത്തിൽ മരിക്കുന്ന യോഗികൾ പിന്നെ ജനിക്കുന്നവരല്ല. ആ കാലം വന്നു ചേർന്നു. തതോപസംഹൃത്യ ഗിരസഹസ്രണീർ വിമുക്തസംഗം മനാദിപൂരുഷേ കൃഷ്ണേ ലസത്പീതപടേ ചതുർഭുജേ പുരസ്ഥിതേ അമീലിതദൃഗ്വദാരയത്. ഉത്തരായണം വന്നപ്പോൾ തന്നോടുകൂടെ ചേർന്ന് രഥത്തിലിരുന്ന് യുദ്ധം ചെയ്യുന്ന അനേകം രഥികളെ സംരക്ഷിച്ച് എതിർകക്ഷികളോട് യുദ്ധം ചെയ്ത മഹാവീരനായ ഭീഷ്മർ അനേക ധർമ്മോപദേശങ്ങളിൽ വ്യാപരിക്കുന്ന വാക്കുകളെ അടക്കി പ്രകാശമുള്ള മഞ്ഞപ്പട്ടുടുത്ത് 4 കൈകളെ പ്രകാശിപ്പിച്ച് മുൻഭാഗത്തിലിരിക്കുന്ന ആദിപുരുഷനായ ശ്രീകൃഷ്ണനിൽ മറ്റു വിഷയത്തിൽ നിന്ന് വേർപെടുത്തിയിരിക്കുന്ന മനസ്സിനെ ദൃഢമായി ഉറപ്പിച്ചു. വിശുദ്ധയാ ധാരണയാ ഹതാശുഭസ്തദീക്ഷയൈവാശു ഗതായുധവ്യതഃ നിവൃത്ത സർവേന്ദ്രിയ വൃത്തി വിഭ്രമസ്തുഷ്ടാവജന്യം വിസൃജൻ ജനാർദ്ദനം. ഏറ്റവും ശുദ്ധമായ ഭഗവത് സ്വരൂപത്തെക്കുറിച്ചുള്ള ധാരണയാൽ അശുഭം ഒഴിഞ്ഞു. ഭഗവാന്റെ കാരുണ്യ കടാക്ഷത്താൽ തന്നെ ആയുധമേറ്റിട്ടുണ്ടായിരുന്ന വേദന മുഴുവനും ശമിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പലവിധങ്ങളായ പരിഭ്രമങ്ങളും നിലച്ചു. ഈ വിധമിരിക്കുന്ന ഭീഷ്മർ ശരീരത്തെ ഉപേക്ഷിക്കുന്ന സമയത്തിൽ സകല ജനപാപങ്ങളെയും സംഹരിക്കുന്ന സർവേശ്വരനായ ശ്രീകൃഷ്ണനെക്കുറിച്ച് സ്തോത്രം ചെയ്തു. ശ്രീ ഭീഷ്മ ഉവാച ഇതി മതിരുപകൽപിതാ വിതൃഷ്ണ ഭഗവതി സാത്വത പുംഗവേ വിഭൂമ്നി സ്വസുഖമുപഗതേ ക്വചിദ്ദിഹർത്തും പ്രകൃതിമുപേയുഷി യദ്ഭവപ്രവാഹഃ. ഭീഷ്മർ ചെയ്ത ശ്രീകൃഷ്ണ സ്തുതി. വിശേഷ മഹിമയുള്ളവനും സ്വരൂപമായ ബ്രഹ്മാനന്ദത്തെ സദാ പ്രാപിച്ചിരിക്കുന്നവനും ജനനമരണ പരമ്പരയെ ഉണ്ടാക്കിത്തീർക്കുന്ന പ്രകൃതിയെ സൃഷ്ട്യാദി ലീലകൾക്കു വേണ്ടി ചിലപ്പോൾ സ്വേച്ഛയാ സ്വീകരിക്കുന്നവനും ഇപ്പോൾ യാദവശ്രേഷ്ഠനായി അവതരിച്ചിരിക്കുന്നവനുമായ ശ്രീകൃഷ്ണ ഭഗവാനിൽ മറ്റൊരു വിഷയത്തിലും ചേർച്ചയില്ലാത്തതായിരിക്കുന്ന എൻ്റെ ബുദ്ധി ഇപ്രകാരം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് പ്രകൃതിയെ സ്വീകരിക്കുമ്പോഴാണല്ലോ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കുന്നത്. ത്രിഭുവനകമനം തമാലവർണം രവികര ഗൗരവരാംബരം ദദാനേ വപുരളകുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്തു മേ അനവദ്യ. ശ്രീകൃഷ്ണമൂർത്തിയെ വർണ്ണിച്ചും കൊണ്ട് ആ മൂർത്തിയിൽ രതി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. 3 ലോകത്തിൽ വെച്ച് അതിമനോഹരവും തമാലം പോലെ ശ്യാമള നിറമുള്ളതും
ബാലസൂര്യപ്രഭ പോലെ പീതവർണ്ണപ്പട്ടു വസ്ത്രങ്ങളോടുകൂടിയതും നെറ്റിക്കുമീതെ ചുരുണ്ടുകിടക്കുന്ന കുറുനിരകളാൽ മറയ്ക്കപ്പെട്ടും താമരപ്പൂ പോലെ മനോഹരവുമായിരിക്കുന്ന മുഖത്തോടുകൂടിയതുമായ ശരീരത്തെ ധരിച്ച പാർത്ഥസാരഥിയിൽ ബലകാംക്ഷയെന്ന ദോഷമില്ലാത്തതായ പരമപ്രേമം എനിക്കുണ്ടാകണമേ. യുദിതുരകരജോ വിധൂമ്രവിശ്വചലിതശ്രമവാര്യലങ്കൃതാസ്യേ മമ നിശിതശരീർവിഭിദ്യമാനത്വജിവിലസത്കവചേസ്തു കൃഷ്ണ ആത്മാ. പാർത്ഥന് സാരഥ്യം വഹിച്ച ആ മനോഹര സ്വരൂപത്തെ തന്നെ വർണ്ണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യുദ്ധത്തിൽ അർജുനൻ്റെ തേര് തെളിയിക്കുമ്പോൾ കുതിരകളുടെ കുളമ്പുകൾ തട്ടിപ്പൊങ്ങുന്ന ധൂളികൾ വ്യാപിക്കയാൽ ധൂമ്രവർണ്ണമായും അങ്ങുമിങ്ങും ചലിച്ചുകൊണ്ടിരിക്കുന്ന തലമുടികളിൽ തടഞ്ഞുകൊണ്ടിരിക്കുന്ന വിയർപ്പുതുള്ളികളാൽ അലങ്കരിക്കപ്പെട്ട മുഖത്തോടും എൻ്റെ മൂർച്ചയുള്ള ബാണങ്ങൾ തട്ടി മുറിഞ്ഞിരിക്കുന്ന ശരീരത്തോടും രക്തവാപ്തിയാൽ ശോഭിക്കുന്ന കവചത്തോടും കൂടിയ കൃഷ്ണനിൽ എൻ്റെ മനസ്സ് ദൃഢമായിരിക്കണമേ. സപതി സഖിവചോ നിശമ്യ മധ്യേ നിജപരയോർബലയോരഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുരക്ഷ്ണാ ഹൃദവതി പാർത്ഥസഖേരതിർമമാസ്തു. യുദ്ധം ആരംഭിച്ച ഉടനെ അർജുനൻ പറഞ്ഞത് കേട്ട് തൻ്റെയും ശത്രുക്കളുടെയും സൈന്യങ്ങളുടെ നടുവിൽ തേർ നിർത്തി തൻ്റെ നോട്ടത്താൽ തന്നെ ശത്രു സൈന്യങ്ങളുടെ ആയുസ്സിനെ അപഹരിച്ച പാർത്ഥസാരഥിയിൽ എനിക്ക് പരമപ്രേമം ഉണ്ടാകണമേ. ഇതു കർണൻ, ഇതു ദ്രോണൻ എന്നിങ്ങനെ അർജുനന് കാട്ടിക്കൊടുക്കുന്ന വ്യാജേന കാലസ്വരൂപനായ ഭഗവാൻ നോട്ടത്താൽ അവരുടെ ആയുസ്സിൻ്റെ അന്തം വരുത്തി അർജുനന് വിജയം നൽകി എന്നുള്ള സാരത്താൽ ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ വിശദമാക്കിയിരിക്കുന്നു. വ്യവഹിതപൃതനാമുഖം നിരീക്ഷ്യ സ്വജനവദാതിമുഖസ്യ ദോഷബുദ്ധ്യ കുമതിമഹരദാത്മവിദ്യയാൽ ചരണരതി പരമസ്യ തസ്യ മേസ്തു. ഉഭയസൈന്യങ്ങളുടെ മധ്യത്തിൽ നിന്ന് ദൂരെ നിൽക്കുന്ന ശത്രുസൈന്യത്തെ നോക്കിയ അർജുനൻ സൈന്യനായകന്മാരായി മുൻഭാഗത്ത് നിൽക്കുന്ന ഗുരുഭൂതന്മാരായ എന്നെയും ദ്രോണർ, കൃപർ എന്നിവരെയും കണ്ടപ്പോൾ അവരുടെ വധം പാപകാരണമെന്ന് തോന്നി യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവാൻ ഭാവിച്ച ആ ബുദ്ധിമാന്ദ്യത്തെ കൊല്ലുന്നവൻ ഞാൻ, കൊല്ലപ്പെടുന്നവൻ ഭീഷ്മാദ്യ ആചാര്യന്മാർ എന്നുള്ള അറിവില്ലായ്മയെ ആത്മവിദ്യയെ അവൻ ഉപദേശം ചെയ്ത് യാതൊരുത്തൻ നശിപ്പിച്ചുവോ ആ പരമപുരുഷൻ്റെ പാദപത്മങ്ങളിൽ എനിക്ക് പരമഭക്തി ഉണ്ടാകണമേ. ലോകഗുരുവായ ശ്രീകൃഷ്ണ ഭഗവാൻ സാധാരണ അജ്ഞന്മാർക്കുണ്ടാകുന്ന അഹന്ത, മമത എന്നീ ദോഷങ്ങളെ നീക്കി ധർമ്മവീരന്മാരാക്കുവാൻ സമർത്ഥമായ ഗീതാശാസ്ത്രോപദേശത്താൽ അർജുനനെയും തദ്വാര ലോകത്തെയും അനുഗ്രഹിച്ചതായ പരമകാരുണ്യത്തെ സ്മരിച്ചു. സ്വനിഗമമപഹായ മത്പ്രതിജ്ഞാമൃതമധികർത്തൃം അവപ്ലുതോരഥസ്ഥഃ ധൃതരഥചരണോഭ്യയാചലദ്ഗുർ ഹരിരിവ ഹന്തുമിപം ഗതോത്തരീയഃ. എനിക്കാകട്ടെ മഹത്തായ അനുഗ്രഹം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൃതജ്ഞതയെ പ്രകാശിപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. അസ്ത്രം ധരിക്കാതെ സഹായം മാത്രം ചെയ്യാം എന്ന് ഭഗവാൻ പാണ്ഡവന്മാരോട് പ്രതിജ്ഞ ചെയ്തപ്പോൾ അസ്ത്രം എടുപ്പിക്കുമെന്ന് ഞാനും ശപഥം ചെയ്തു. എൻ്റെ ശപഥത്തെ സത്യമാക്കണമെന്ന കരുണയെ എന്നിൽ വെച്ച് അസ്ത്രം എടുക്കുകയില്ലെന്നുള്ള സ്വപ്രതിജ്ഞയെ മിഥ്യയാക്കി തന്നേക്കാൾ തൻ്റെ ഭക്തന് ലോകത്തിൽ മാഹാത്മ്യം സിദ്ധിക്കണമെന്നുള്ള പരമവാത്സല്യത്തെ പ്രത്യക്ഷമാക്കി അർജുനനും ഞാനുമായി യുദ്ധം നടക്കുന്ന അവസരത്തിൽ അർജുനനെ രക്ഷിപ്പാനും എന്നെ സംഹരിപ്പാനെന്ന ഭാവത്തിൽ അതികോപത്തെ പ്രകാശിപ്പിച്ച് തേരിൽ നിന്ന് താഴത്തു ചാടി ചക്രായുധത്തെ കയ്യിൽ ധരിച്ച് സംരംഭത്തോടെ പാഞ്ഞു വരുമ്പോൾ കുക്ഷിയിൽ കിടക്കുന്ന ബ്രഹ്മാണ്ഡം ചലിക്കയാൽ ആ ഭാരത്തെ വഹിക്കുവാൻ കഴിയാതെ അടിവയ്ക്കുന്ന എല്ലാ ഭൂപ്രദേശത്തെ ഇളക്കിക്കൊണ്ടും ശരീരത്തിൽ നിന്ന് വീണുപോയ ഉത്തരീയത്തോടും കൂടി മത്തഗജത്തിൻ്റെ നേരെ ചെല്ലുന്ന സിംഹമെന്ന പോലെ എൻ്റെ നേർക്ക് പാഞ്ഞു വന്നു. ഗുണാതീതനായ ഭഗവാന് പ്രതിജ്ഞാഹാനിയും പ്രതിജ്ഞാപരിപാലനവും സമം തന്നെ. ഭക്തൻ്റെ പ്രതിജ്ഞയ്ക്ക് ഹാനി വന്നുകൂടാ എന്നുള്ള വാത്സല്യാതിശയത്തെയാണ് ആയുധം ധരിച്ച ഭഗവാൻ പ്രകാശിപ്പിച്ചതെന്ന് സാരം. ശിതവിശിഖഹതോ വിശീർണദംശഃ ഷദജ പരിപ്ലുതാദദായിനോ മേ പ്രസമമഭിസസാരമദ്വദാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദഃ. എൻ്റെ നേർക്ക് പാഞ്ഞു വന്നപ്പോൾ പുഞ്ചിരി ചെയ്തും
ആയുധം ധരിച്ചുമിരിക്കുന്ന എൻ്റെ മൂർച്ചയുള്ള ബാണങ്ങളാൽ താടിക്കപ്പെട്ടവനും അതുനിമിത്തം മുറിഞ്ഞ കവചത്തോടു കൂടിയവനും അതിനാൽ ബാണമേറ്റു ശരീരത്തിൽ നിന്നൊഴുകുന്ന രക്തത്തോടുകൂടെ ബലാത്കാരേണ എന്നെ സംഹരിക്കാൻ ഒരുങ്ങിയവനും ആണെന്ന വിധത്തിൽ യാതൊരു ഭഗവാൻ എൻ്റെ നേർക്ക് വന്നുവോ മഹിമയേറിയ ആ ശ്രീകൃഷ്ണൻ എനിക്ക് ആശ്രയമായി ഭവിക്കണമേ. പ്രതിജ്ഞാഭംഗം വരുത്തി ആയുധം ധരിച്ചത് പ്രിയനായ അർജുനനെ സംരക്ഷിപ്പാനാണെന്ന് കാണുന്നവർക്ക് തോന്നുമെങ്കിലും പരമാർത്ഥത്തിൽ ആയുധം എടുപ്പിക്കുമെന്ന് ഭക്തനായ ഞാൻ ചെയ്ത ശപഥത്തെ സഫലമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമാകുന്നു. ഭക്തനെ സംരക്ഷിപ്പാൻ ന്യായവിരുദ്ധമാണെന്ന് ലൗകികന്മാർക്ക് തോന്നാവുന്ന വിധം ഭഗവാൻ പ്രവർത്തിക്കുന്നത് താൻ ഭക്തപരാധീനനാണെന്ന് കാണിപ്പാൻ വേണ്ടി മാത്രമാണ്. വിജയരഥ കുടുംബ ആർത്തതോത്രേ ധൃതഹയരശ്മിതശ്രിയേഷണീയേ ഭഗവതിരതിരസ്തു മേ മുമൂർഷോർ യമിഹ നിരീക്ഷ്യ ഹദാഗതാസ്വരൂപം. ഇങ്ങനെ അന്യായമെന്ന് പാമരജനങ്ങൾ പറയുന്ന കാര്യത്തെ ആചരിച്ചും ഭൃത്യന്മാരെ രക്ഷിപ്പാൻ വ്യഗ്രനായിരിക്കുന്ന കൃഷ്ണനിൽ ഭക്തി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അർജുനൻ്റെ തേരാകുന്ന കുടുംബത്തെ അകൃത്യശതം കൊണ്ടും രക്ഷിപ്പാൻ ഒരുങ്ങിയവനും ഒരു കൈയിൽ കുതിരയെ നടത്തുവാനുള്ള കുരടാവും മറ്റേ കൈയിൽ കുതിരയുടെ കടിഞ്ഞാണും പിടിച്ച് സാരഥ്യം വഹിക്കുന്ന ആ ശോഭയാൽ നോക്കുന്നവരുടെ മനസ്സിനെ ഹരിക്കുവാൻ തക്ക കാന്തിയോടുകൂടിയിരിക്കുന്ന പാർത്ഥസാരഥിയായ ഭഗവാനിൽ മരിപ്പാൻ ആഗ്രഹിച്ചിരിക്കുന്ന എനിക്ക് പരമഭക്തി ഭവിക്കട്ടെ. പരിപൂർണമായ ഐശ്വര്യത്തോടുകൂടിയ യാതൊരുവൻ്റെ ദർശന നിമിത്തം ഈ യുദ്ധത്തിൽ ഹനിക്കപ്പെട്ടവർ ഭഗവാന്റെ സ്വരൂപം പോലെയുള്ള സ്വരൂപത്തോടുകൂടെ ഇപ്പോൾ വൈകുണ്ഠത്തിൽ ഇരിക്കുന്നു. ലളിതഗതിവിലാസ വൽഗുഹാസ പ്രണയനിരീക്ഷണ കൽപ്പിതോരുമാനാഹ കൃതമനുകൃതവത്യ ഉന്മദാന്താഹ പ്രകൃതിമകൻ കില യസ്യ ലോഭവദ്വഹ. ഭംഗിയുള്ള നടത്തം, ലീല, മനോഹരമായ മന്ദഹാസം, സ്നേഹപൂർവകമായ നോട്ടം ഇവയാൽ ഭഗവാനായിക്കൊണ്ട് കൽപ്പിക്കപ്പെട്ട ബഹുമാനത്തോടു കൂടിയവരും ഗോവർദ്ധന പർവ്വതോദ്ധാരണം മുതലായി ഭഗവാൻ ചെയ്ത ഓരോ അതിശയകർമ്മങ്ങളെക്കാട്ടി നാട്യം നടിക്കുന്നവരും പ്രേമത്തഴപ്പ് കൊണ്ട് കണ്ണു കാണാത്തവരുമായ ഗോപികളും ഭഗവാന്റെ സാരൂപ്യത്തെ പ്രാപിച്ചുവല്ലോ. ക്ഷാത്രധർമ്മത്താൽ ഭഗവാനോട് എതിർത്തവർ മാത്രമല്ല സൽഗതി പ്രാപിച്ചത്, മന്മഥതാപത്താൽ ഉൾപ്രേമത്തോടെ ലീലാവിശേഷങ്ങൾ കൊണ്ട് ഭഗവാനെ സൽക്കരിച്ചവരും ഭഗവത് സാരൂപ്യം പ്രാപിച്ചു. അതപ്പതിക്കുന്ന ക്രോധം, രാഗം എന്നീ വൃത്തികൾ കൂടെ യാതൊരുത്തൻ്റെ നേർക്ക് പ്രവേശിക്കുമ്പോൾ മോക്ഷോപായങ്ങളായി ഭവിക്കുന്നുവോ അചിന്ത്യ മഹിമയോടുകൂടിയ ആ ഭഗവാനിൽ എനിക്ക് ഭക്തി ഉണ്ടാകണമേ. മുനിഗണ നൃപവർയ സങ്കുലേന്ദ സദസ്സി യുധിഷ്ഠിരരാജസൂയേഷാം അർഹണമുപവേദൈക്ഷണീയോ മമ ദൃശി ഗോചരയേഷാവിരാത്മാ. ശ്രീകൃഷ്ണന്റെ ജഗൽ പൂജ്യമായ മഹിമയെ ഓർത്തുകൊണ്ട് സ്തുതിക്കുന്നു. മുനിമാരും രാജശ്രേഷ്ഠന്മാരും തിങ്ങിയിരിക്കുന്ന സഭാമധ്യത്തിൽ ധർമ്മപുത്രൻ നടത്തിയ രാജസൂയത്തിൽ സകലരുടെയും അന്ധകരണത്തെ ആകർഷിച്ചും കൊണ്ട് ജഗന്മോഹന സ്വരൂപത്തോടു കൂടിയിരുന്ന യാതൊരുവിൻ്റെ നേർക്ക് അഹോ രൂപം അഹോ മഹിമ എന്ന് സകലരും അതിശയിച്ചു നോക്കിക്കൊണ്ട് അഗ്രപൂജാസ്ഥാനത്തിൽ ഇരുത്തി യാതൊരുത്തനെ മാനിച്ചുവോ ജഗൽപൂജ്യനും സർവാത്മാവുമായിരിക്കുന്ന ആ ഭഗവാൻ എൻ്റെ ദൃഷ്ടിക്ക് ഗോചരനായിരിക്കുന്നുവല്ലോ. അഹോ, എൻ്റെ ഭാഗ്യം എത്ര മഹത്തായിരിക്കുന്നു. തമിമമഹമജം ശരീരഭാജാം ഹൃദി ഹൃദി ദിഷ്ടിതം ആത്മകൽപ്പിതാനാം പ്രതിദിശമിവനൈകദാർക്കമേകം സമധിഗതോസ്മി വിദൂതഭേദമോഹ. മരണസമയത്തിൽ ആ ഭഗവാനെ ദൃഷ്ടിമാർഗത്തിലിരുത്തുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചതിനാൽ കൃതാർത്ഥനായി എന്ന് പറഞ്ഞ് സ്തുതിയെ അവസാനിപ്പിക്കുന്നു. തന്നിൽ കൽപ്പിക്കപ്പെട്ട സകല പ്രാണികളുടെയും ഹൃദയം തോറും അന്തര്യാമിയായിരുന്ന് കർമാനുസരണമായ സുഖദുഃഖങ്ങൾക്ക് കാരണമായിരിക്കുന്ന പ്രവർത്തികളിൽ എല്ലാവരെയും ഏർപ്പെടുത്തുന്ന ജന്മാദി വികാരരഹിതനായ ആ ഭഗവാനെ ഒരേ സ്വരൂപത്തിലിരിക്കുന്ന സൂര്യൻ സകല പ്രാണികളുടെയും ദൃഷ്ടിയിൽ പ്രകാശരൂപേണ വ്യാപിച്ചിരിക്കുന്നതിനെ ഏതുവിധം പ്രത്യക്ഷമായി സകലരും കാണുന്നുവോ അതുപോലെ ഞാനും രൂപഭേദം നിമിത്തമുള്ള നാനാത്വബുദ്ധി തീരെ നശിച്ച് സർവാത്മസ്വരൂപനായി അറിഞ്ഞ് ആ ഭഗവാനെ സർവാത്മന പ്രാപിച്ചിരിക്കുന്നു. ക്ഷിതിപരമവരോപിതും കുരൂണാം ശ്വസനൈവാസൃജദക്ഷവംശവന്യം തമിമമഹമനുവ്രതാർത്തൃഹാംഗ്രീം ഹൃദി പരിരഭ്യ
ജിഹാമി മർത്യനീടം. ഭൂമിഭാരം തീർക്കാൻ അവതരിച്ച യാതൊരുവൻ ഉപായമായിട്ട് കുരുക്കൾക്കു തമ്മിൽ ചൂതുകളിയുണ്ടാക്കി വായുമുളകളെ തമ്മിൽ ഉരസിപ്പിച്ചിട്ട് അതിൽ നിന്നുണ്ടാകുന്ന അഗ്നി അവയെ ദഹിപ്പിക്കുന്നതുപോലെ ആ ചൂതുകളി ആ വംശത്തെ നശിപ്പിക്കുന്ന അഗ്നിയായി ഭവിച്ചത് ആരുടെ ഇച്ഛയാലാണോ ഭക്തപരിതാപം തീർക്കുന്ന പാദപത്മത്തോടുകൂടിയ ആ ഭഗവാനെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ഈ മർത്യശരീരമാകുന്ന കൂടിനെ വിട്ടിതാ പോകുന്നു. സൂത ഉവാച കൃഷ്ണയേവം ഭഗവതി മനോവാഗ്ദൃഷ്ടിവൃത്തിഭിഃ ആത്മന്യാത്മനാമാവേശ്യ സോന്തശ്വാസ ഉപാരമത്. സൂതൻ പറഞ്ഞു, ഇങ്ങനെ മനസ്സുകൊണ്ട് ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ചും വാക്കുകൾ കൊണ്ട് ഭക്തവാത്സല്യാദി ഗുണങ്ങളെ സ്തുതിച്ചും കണ്ണുകൾ കൊണ്ട് ദിവ്യമംഗളസ്വരൂപത്തെ കണ്ടും കൊണ്ട് സർവാത്മാവായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനിൽ ആത്മാവിനെ പ്രവേശിപ്പിച്ചു. ശ്വാസം ഉള്ളിൽ തന്നെ അടക്കി ഭീഷ്മർ ഉപരമിക്കുകയും ചെയ്തു. ഭീഷ്മർ നിർഗുണ ബ്രഹ്മത്തിൽ ലയിച്ചുവെന്നറിഞ്ഞ് അവിടെയുണ്ടായിരുന്നവരെല്ലാം അപ്പോൾ രാത്രികാലത്തിൽ പക്ഷികളെന്ന പോലെ നിശബ്ദമായിരുന്നു. സമീപസ്ഥന്മാരെല്ലാം ഭീഷ്മർക്കുണ്ടായ പരമശാന്തിക്ക് അധീനന്മാരായി ഭവിച്ചു. വ്യസനം, ആശ്ചര്യം, ആനന്ദം എന്നീ ഭാവങ്ങൾ നിമിത്തം എല്ലാവരും മൗനം പൂണ്ടിരുന്നു. അപ്പോൾ അവിടെ ദേവന്മാർ ആകാശത്തിലും മനുഷ്യർ ഭൂമിയിലും വാദ്യങ്ങൾ മുഴക്കി. രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ബ്രഹ്മജ്ഞാനികളായിരുന്നവർ ഭീഷ്മരുടെ ശരീരത്യാഗ മഹിമയെപ്പറ്റി പ്രശംസിച്ചു. ആകാശത്തിൽ നിന്ന് പുഷ്പവർഷം ഭൂമിയിൽ വീണു. ഹേ ശൗനകമുനെ, സ്വർഗംഗതനായ ഭീഷ്മരുടെ ശവസംസ്കാരാദി കർമ്മങ്ങളെ ധർമ്മപുത്രർ ചെയ്യിപ്പിച്ചു. അല്പനേരം ദുഃഖിതനായിരുന്നു. മുനിമാർ സന്തോഷിച്ച് ശ്രീകൃഷ്ണൻ്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുന്ന നാമങ്ങളെ കീർത്തനം ചെയ്തു സ്തുതിച്ചു. പിന്നെ ശ്രീകൃഷ്ണ സ്മരണയോടുകൂടെ അവരവരുടെ ആശ്രമങ്ങളെ പ്രാപിച്ചു. പിന്നെ യുധിഷ്ഠിരൻ കൃഷ്ണനോടുകൂടെ ഹസ്തിനപുരത്തിൽ ചെന്നു. പുത്രദുഃഖത്താൽ ഖേദിച്ചു കൊണ്ടിരിക്കുന്ന പിതാവായ ധൃതരാഷ്ട്രയെയും മാതാവായ ഗാന്ധാരിയെയും സമാധാന വാക്കുകളാൽ ആശ്വസിപ്പിച്ചു. രാജാവായ ധർമ്മപുത്രർ പിതാവായ ധൃതരാഷ്ട്രരുടെ അനുമതിയോടും ശ്രീകൃഷ്ണൻ്റെ അനുമോദത്തോടും കൂടെ പരമ്പരാഗതമായ രാജ്യത്തെ ധർമ്മം പിഴയ്ക്കാതെ പരിപാലിച്ചു. 9-ാമത്തെ അധ്യായം സമാപിച്ചു. 10-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.